ഇത് ഇന്നത്തെ രണ്ടാമത്തെ ചായ. Hey peeps, welcome back to Pep Series powered by Nilagiri College of Arts and Science. ഇപ്പം ഞാനുള്ളത് അലിഗഡിലാണ്. അലിഗഡിലെ മുസ്ലിം യൂണിവേഴ്സിറ്റി AMU-ലാണുള്ളത്. ഏകദേശം 1000 ഏക്കറോളം വലുപ്പമുള്ള യൂണിവേഴ്സിറ്റിയിൽ 39,000 അടുത്ത് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. സോ അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാനുള്ളത്. ഞാൻ ഇന്നലെ രാത്രി എത്തി. നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പോലെ ഡൽഹിയിൽ നിന്ന് അലിഗഡിലേക്ക് ട്രെയിൻ ഒരു മാക്സിമം 3 മണിക്കൂറുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നെ ഞാൻ പറയാൻ വിട്ട കാര്യം, ഇന്നലെ മഹിളാഹട്ടിൽ നിന്ന് ഞാൻ 2 ബുക്ക് വാങ്ങിച്ചിരുന്നില്ലേ, ആ ബുക്ക് വാങ്ങിച്ചപ്പോൾ അത് രണ്ടിനും കൂടിയിട്ട് 120 രൂപയായിട്ടുള്ളൂ. ഒന്ന് ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് എന്നുള്ള ഡാരിയസ് ഫൊറോൻ്റെ ഒരു ബുക്കും, പിന്നെ നിങ്ങൾക്കെല്ലാം കണ്ടവർ ഇക്കിഗായി ഒരു ബുക്കും. നല്ലൊരു ബുക്കാണ്. ഇന്നലെ വായിച്ചു തുടങ്ങിയാൻ ഡാരിയസ് ഫൊറോനെ. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ബുക്ക് ഇഷ്ടപ്പെട്ടു. ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡു ഇറ്റ് ടുഡേ ബുക്ക് എഴുതിയ ആൾ തന്നെയാണ് ഡാരിയസ് ഫൊറോ. അപ്പോൾ നമുക്ക് ഇന്ന് അലിഗഡിൻ്റെ വിശേഷങ്ങളാണ്. സോ വെൽക്കം ബാക്ക് ടു പെപ്പ് സീരീസ്. സോ 1875 ഈ ക്യാമ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന ഒരാളാണ് ഈ ക്യാമ്പസ് തുടങ്ങിയത്. അന്ന് അതിൻ്റെ പേര് മുഹമ്മദിൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നായിരുന്നു. പിന്നെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്കിയത്. അലിഗഡ് ആക്ട് പ്രകാരം മാറ്റിയതാണ് പേര്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് 3 ഓഫ് ക്യാമ്പസ് ഉണ്ട്. ഒന്ന് നമ്മുടെ കേരളത്തിൽ മലപ്പുറത്ത് ഓഫ് ക്യാമ്പസ് ഉണ്ട്, പിന്നെ വെസ്റ്റ് ബംഗാളിലുണ്ട്, പിന്നെ ബീഹാറിലെ കിഷൻഗഞ്ചിൽ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. അലിഗഡ് മലപ്പുറത്ത് ഓഫ് ക്യാമ്പസ് കുറേ പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും. AMU-ൽ വേറെ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. AMU എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ വേറെ എൻട്രൻസ് എക്സാം ആണ്. ഇപ്പോൾ ആക്ച്വലി കറൻ്റ്ലി ഇന്നലെ AMU-ൻ്റെ ഒരു ഡേറ്റ് വന്നിരുന്നു അപ്ലൈ ചെയ്യാനുള്ള. അതായത് BTech BEd കോഴ്സ് വേറെ കോഴ്സുകൾക്ക് ഒരുപാട് കോഴ്സുകൾക്ക് വന്നിട്ടുണ്ട്. ബാക്കി കോഴ്സുകൾക്ക് പിന്നീടായിരിക്കും വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞൊന്നും എനിക്കറിയില്ല. ബാസി അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ സ്പോർട്സ് ഇവിടെ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ളൂ. ഇനി കുറേ മുന്നോട്ട് പോകാനുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അപ്പുറത്തെ റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി കാണാൻ പറ്റും. സോ ലെറ്റ്സ് സീ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഇതൊരു ക്യാമ്പസിനകത്ത് കയറി ഫീൽ ചെയ്യില്ല. നമ്മൾ JNU ജാമ്യയിൽ കയറുന്നത് തന്നെയല്ല. ഇതിലെപ്പോഴും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസ് പോലെ, അതായത് ഇത്ര വലിയ ക്യാമ്പസ് ആയതുകൊണ്ട് ഇതൊരു അടച്ചിട്ട് വെക്കാൻ പറ്റില്ല. ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു പബ്ലിക് പ്ലേസ് പോലെ എപ്പോഴും വണ്ടികൾ പോകുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കയറുന്ന ഒരു ഫീലുള്ള. അതിനുള്ളിൽ ക്യാമ്പസുകളുണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്, കുറേ ഹോസ്റ്റലുണ്ട്, പിന്നെ ലൈബ്രറി ഉണ്ട്. വലിയൊരു ലൈബ്രറി ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അക്കാഡമിക്കലി ഏറ്റവും വലിയ ലൈബ്രറിയിൽ ഒന്നായിരിക്കണം ഇവിടുത്തെ ലൈബ്രറി. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ എങ്ങനെ വെച്ചാൽ നമ്മൾ CUPB പഞ്ചാബിൽ കണ്ട പോലെ സ്കൂൾസ് അല്ല ഉണ്ടാവുക. നമ്മൾ JNU-ലൊക്കെ ശ്രദ്ധിച്ച പോലെ ഫാക്കൽറ്റി ഉണ്ടാവാം. അതായത് ആദ്യം ഫാക്കൽറ്റിക്കുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് ഉള്ളതിന് ഉള്ളിൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ ഫാക്കൽറ്റി ഓഫ് ആർട്സ് എന്നുള്ളതിനുള്ള വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഡിഫറെൻറ്റ് കോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി തന്നെ ഇപ്പോൾ MA ഉണ്ട്, വല്ല BA കോഴ്സുകളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷിൽ തന്നെ MA ഇംഗ്ലീഷിൽ 2-3 കോഴ്സുകളുണ്ടാവും. ലിംഗ്വിസ്റ്റിക്സ്, ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട് വേറെ കോഴ്സുകളുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ 300ഓളം കോഴ്സുകളാണ് AMU-ൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 300ഓളം കോഴ്സ്, അത് പ്ലസ് ഡിപ്ലോമ കോഴ്സുകളുണ്ടാവും. ഈ 300ഓളം കോഴ്സിനകത്ത് തന്നെ നമുക്ക് BEd ഉണ്ട്, സ്പോർട്സിൻ്റെ ഉണ്ട്. AMU-ൽ വേറെ എവിടെ യൂണിവേഴ്സിറ്റി ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടെച്ചാൽ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം ഉണ്ട്. ആക്ച്വലി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം ഉണ്ട്. പിന്നെ വേറൊരു ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത് വെച്ചാൽ ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഉറുദു ആണ്. ലൈക്ക് ഹിന്ദി ആൻഡ് ഉറുദു ഒരു മിക്സാണ് ഒരു ലാംഗ്വേജസിന്. ഉറുദു ആണ് മേജർ. നമ്മൾ നോർത്തിൽ ഡൽഹിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എല്ലാത്ത ഹിന്ദി നമുക്ക് അറിയാമെങ്കിൽ പിടിച്ച കാര്യം. ഇവിടെ ഉറുദും കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉറുദു പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ ഞാൻ പരിചയപ്പെട്ട അമറിൻ്റെ സൈക്കിളാണ് ഇപ്പോഴത്തേക്ക്. അമർ ഇവിടെ വന്നതിന് ശേഷമാണ് ഉറുദു കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയൊരു ലാംഗ്വേജ് ക്യാമ്പസ് നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റു ലാംഗ്വേജ് ഉറുദു നമുക്ക് അറിയാൻ പറ്റും, ഇതിന് ഉള്ളിൽ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും. ഞാൻ ഈ സൈക്കിളെടുത്ത് കറങ്ങി ഒരു ഗേറ്റിൽ നിന്ന് വേറെ ഗേറ്റിലേക്ക് പോകാൻ പ്ലാൻ. പക്ഷെ കുറച്ച് അങ്ങനത്തിലേക്ക് ഞാൻ മടുത്തു. നല്ല ദൂരമുണ്ട്. നല്ല ദൂരം എന്ന് വെച്ചാൽ അറിയാലോ, അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും വണ്ടിയുണ്ട്, പിന്നെ റിക്ഷാസ് ഉണ്ട്, സൈക്കിൾ റിക്ഷാസ് അവൈലബിൾ ആണ് ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നടക്കുന്ന ആൾക്കാരും ഉണ്ട്. കൂടുതൽ ആൾക്കാരുടെ കയ്യിലും ബൈക്കോ സ്കൂട്ടറോ ഉണ്ട് ഇവിടെ. അവർക്ക് കമ്മ്യൂട്ട് അത്ര ഈസിയാണ്. ഓക്കെ, ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രി ഗേറ്റ് കയറി മുമ്പോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഇവിടുത്തെ സെൻട്രൽ ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ചെറിയ ജംഗ്ഷനിലെത്തും. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി, ജിയോളജി. പിന്നെ ഇതിന് മുമ്പിൽ കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഒരു ആർട്സ് മ്യൂസിയം. മുഹമ്മദിൻ അഹമ്മദ് ആർട്ട് ഗാലറി, അലിഗഡ് യൂണിവേഴ്സിറ്റി. ഒരു ആർട്ട് ഗാലറി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ആ കാണുന്ന നേരത്താണ് സെൻട്രൽ ക്യാൻറ്റീൻ. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ഫാക്കൽറ്റി ഓഫ് ആർട്സിൻ്റെ മുന്നിലാണ്. ആ കാണുന്ന ഫാക്കൽറ്റി ഓഫ് ആർട്സ്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദി,
ഇംഗ്ലീഷ്, അറബിക്, പേർഷ്യൻ, ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, അങ്ങനെ ആർട്സിൽ സൈക്കോളജി, അങ്ങനെ ആർട്സ് വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഇവിടെ ഉള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ലൈബ്രറി, സെൻട്രൽ ലൈബ്രറി വരുന്നത്. അതിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു മ്യൂസിയം വരുന്നുണ്ട്, ഒരു കെനഡി ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യം, ഇതിനുള്ളിൽ തന്നെ ഒരുപാട് ATM ഉണ്ട് കേട്ടോ. നമുക്കറിയാവുന്ന പോലെ മിക്ക യൂണിവേഴ്സിറ്റിയുള്ള ATMs ഉണ്ട്. HDFC ATM ഉണ്ടായിരുന്നു, നേരെ ഓപ്പോസിറ്റ് ICICI ATMs ഉണ്ട്. അങ്ങനെ ATM ഫെസിലിറ്റീസ് ക്യാമ്പസിൽ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൾച്ചറൽ എഡ്യൂക്കേഷൻ സെന്റർ, യൂണിവേഴ്സിറ്റി മ്യൂസിയം, കെനഡി ഓഡിറ്റോറിയം ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിയോളജി, സെൻട്രൽ ഓഫ് പ്രൊഫഷണൽ കോഴ്സസ്. ഇതിൻ്റെയൊക്കെ അകത്തേക്ക് നമുക്ക് പോവാം, ക്യാമ്പസിനുള്ളിലേക്ക്. ഇപ്പോൾ ഞാൻ കുറച്ച് പെരിഫറൽ ഇങ്ങനെ ഔട്ട്സ്കേർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത് നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം ക്യാമ്പസിൻ്റെ ഒരു വലിപ്പം മനസ്സിലായിട്ടുള്ള വിചാരിക്കും. മൗലാന ആസാദ് ലൈബ്രറി, ഈ കാണുന്നതാണ് AMUലെ ലൈബ്രറി, മൗലാന ആസാദ് ലൈബ്രറി എന്ന ലൈബ്രറി. ലൈബ്രറി വലിപ്പം എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിനുള്ളിൽ ഇപ്പോൾ തന്നെ ഏകദേശം എത്ര പിള്ളേരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കിടക്കുന്ന വണ്ടി, അതിൻ്റെ എണ്ണം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇയാളിവിടെ നിന്ന് വണ്ടി കാണുന്നില്ല, വണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഈ ക്യാമ്പസിൻ്റെ ഒരു വലിപ്പം അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. പിന്നെ ഫാസിനേറ്റിംഗ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഫാസിനേഷൻ തോന്നിയോണ്ട് തന്നെ പറഞ്ഞത്. എന്തും ഒരു വലുപ്പമുള്ള ക്യാമ്പസ് അറിയും. ഇപ്പോഴും ഞാൻ ഇത്ര കറങ്ങിയിട്ട് ഇതിൻ്റെ പകുതി പോലും കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാണ്. നമുക്ക് ലൈബ്രറി റൂമിലേക്ക് പോവാം. ഇത് ഞാനിനി കുറച്ചും കൂടി പുറത്ത് കറങ്ങിയിട്ട് നിങ്ങളതെല്ലാം കാണിച്ചു തരാം. ഈ മെയിൻ ഗേറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ 2 ഗസ്റ്റ് ഹൗസ് ഉണ്ട്, പിന്നെ VC ലോഡ്ജ് ഉണ്ട്. അതുപോലെ ടീച്ചിങ് സ്റ്റാഫിന്റെ ക്ലബ് ഉണ്ട്. ക്ലബ്ബ് പറയുന്നത് ഒരുപാട് ക്ലബ്സ് ഉണ്ട്. ഫിലിം ക്ലബ്ബ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജിന്റെ ക്ലബ്ബ് ഉണ്ട്, ഇംഗ്ലീഷ് ക്ലബ്ബ്, പോയിട്രി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ലൈബ്രറിയുടെ അപ്പുറത്തെ സൈഡിലാണ്. അതായത് സെൻട്രി ഗേറ്റിന് കയറി വരുന്ന വഴിക്കാണ് കാണുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ അവിടെ മുമ്പ് സോഷ്യൽ സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. അവിടുന്ന് റൈറ്റിലേക്കാണ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഓരോന്ന് കണ്ട് പഠിക്കുന്നത്. അപ്പോൾ വെച്ചാൽ ഒരുപാട് കോഴ്സ് ഉണ്ട്, ഓർത്തിരിക്കാൻ നല്ല പാറ. അപ്പോൾ ഒരു സെക്ഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് കണ്ടു കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കും, വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പോകും, പിന്നെ വീഡിയോ എടുക്കും, അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പെരിഫറലായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഓരോ ഡിപ്പാർട്ട്മെന്റ് നല്ല വലുപ്പമുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് തന്നെ സെപ്പറേറ്റ് ക്യാൻറ്റീൻ ഉണ്ട്, ഹാളുണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്. അവരുടെ തന്നെ UG കോഴ്സ്, PG കോഴ്സുകളുണ്ട്. അവിടെ PhD ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു വാസ്റ്റ്, എന്താ പറയുക, ഭയങ്കര വാസ്റ്റാണ്. ഞാൻ ഇതുവരെ നമ്മൾ വെബ് സീരീസിൽ ഫീച്ചർ ചെയ്തേക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി തന്നെയാണ് AMU. ഇനിയും കണ്ടു തീർക്കാനുണ്ട്. ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റഡീസ് ഉണ്ട്, വെസ്റ്റ് ഏഷ്യൻ, ഈസ്റ്റ് ഏഷ്യൻ. ഇവിടെ ഒരു കോഴ്സ് നിൽക്കാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൗത്ത് ആഫ്രിക്കൻ ആൻഡ് ബ്രസീലിയൻ സ്റ്റഡീസ്. ഇത് വളരെ മികച്ച ഒരു കോഴ്സാണ് എനിക്ക് തോന്നുന്നുണ്ട്. എവിടെ അധികം കാണാത്തൊരു കോഴ്സാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് എല്ലാം ഇങ്ങോട്ടാണ്. ആ ഒരു ബിൽഡിംഗ് വെരി നൈസ്. നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പണ്ടത്തെ പോലെ തോന്നിക്കുമെങ്കിലും നല്ല വൃത്തിയുള്ള, നല്ല രസമുള്ള ബിൽഡിംഗ്. അതാ ഫാക്കൽറ്റി ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ഇവിടെ. അങ്ങോട്ടാണ് വെസ്റ്റ് ഏഷ്യൻ ഉള്ളത്, ഫാക്കൽറ്റി ഓഫ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ മെയിൻ ഗേറ്റിൽ നിന്ന് കയറി ലൈബ്രറിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കോഴ്സുകളാണ് ഇതെല്ലാം. ഞാൻ സൈക്കിളിൽ വരുന്നതുകൊണ്ടാണ് എനിക്ക് വഴി അങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റാത്തത്. മാത്രമല്ല നല്ല ബിസി റോഡാണ്, അത്യാവശ്യം വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൈഡിൽ മരങ്ങളാണെങ്കിലും ചെടികളൊക്കെ ആണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് റോഡ്സ്, എസ്പെഷ്യലി നല്ല അടിപൊളി റോഡുകളാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ കുറേ പേര് ഡ്രൈവിംഗ് പഠിക്കും ഈ റോഡിൽ കൂടെ. അതായത് യൂണിവേഴ്സിറ്റി റോഡാണെങ്കിലും കുറച്ച് പിള്ളേരും അതുപോലെ സ്ത്രീകളല്ലാത്ത ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നതാണ്, ബൈക്ക് എടുത്തിട്ട് ഈ റോഡിൽ കൂടെ. അവർക്ക് ഇങ്ങനെ ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രീ ക്യാമ്പസാണ്. എല്ലാവരും അങ്ങോട്ട് കൊണ്ട് പോകുന്നത്, ആർക്കും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എല്ലാവർക്കും ഉള്ളിൽ പോകാം, ആരും ചോദിക്കുന്നില്ല, എന്താണെന്ന് ചോദിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ മൊത്തം സർവേലൻസ് ഉണ്ട്. വെച്ചാൽ എല്ലായിടത്തും പോലീസ് ഉണ്ട്. ഇപ്പം നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നുമില്ല, എല്ലാവർക്കും എവിടെ വേണം പോകാം. ഇത് ക്യാമ്പസ് ആണല്ലോ. അത് പക്ഷേ നമ്മൾ ഫുൾ ടൈം സർവൈലൻസാണ് ഉള്ളത്. എന്ന് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പോലീസ് ആരൊക്കെ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു. അങ്ങനെ റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലായിടത്തും പോവാം, കാണാം, വരികയൊക്കെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ നല്ലൊരു ബിൽഡിംഗ്. അതിന്റെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അങ്ങോട്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പിന്നെ മാത്സ്, ഇലക്ട്രിക്കൽ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങോട്ട്. ഇതിന്റെ അങ്ങോട്ടാണ്. ഇങ്ങോട്ട് നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകാർ. നമ്മളെ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് കുറേ ആൾക്കാർ കൈ വീശുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മർ തുടങ്ങിയിട്ടുള്ളത്. സമ്മർ തുടങ്ങിയിട്ടാണെങ്കിൽ പോലും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ചെറിയൊരു തണുപ്പുണ്ട്, കാറ്റ് വീശുമ്പോൾ ഒരു തണുത്ത കാറ്റാണ് വരുന്നത്. പിന്നെ ഒരുപാട് തണലുണ്ട് ഇവിടെ. ഈ കാണുന്ന മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ക്യാൻറ്റീനാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റോഡ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ അപ്പുറത്ത് വരിക. എന്താ ഞാൻ പറഞ്ഞത് എന്താ അറിയാം, ഇവിടെ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് ഇത്രയും വെയിൽ പുറത്തുണ്ടായിട്ടും നമ്മളിവിടെ അറിയുന്നില്ല. നല്ലൊരു തണലിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ച് കഴിച്ചു. ഇനി അത് കഴിച്ചിട്ട് ബാക്കി വ്ളോഗ് ചെയ്യാം. ചേസ്.
എന്നാ പറഞ്ഞ ഹായ് പറഞ്ഞു. ഫസ്ല ഇത് മസ്റ്റ് ആയിട്ട് വേണം, ഇത് കട്ട് ചെയ്ത് കളയരുത്. നല്ല ബിൽഡിങ് നോക്കാം, എന്റെ ഭംഗി നോക്കാം ബിൽഡിങ്ങിന്. നമ്മളിപ്പോൾ ഉള്ളത് സ്ട്രാച്ചി ഹാളിന്റെ മുമ്പിലാണ് അല്ലേ? എന്താ സ്ട്രാച്ചി ഹാൾ എന്ന് പറയാം? സ്ട്രാച്ചി ഹാള് ഇത് ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സർ സെയ്ദ് യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓക്സ്ഫോർഡ് പോയിട്ട് ഓക്സ്ഫോർഡിന്റെ കറക്റ്റ് സ്ട്രക്ചർ നോക്കി വെച്ചിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി ഇവിടെ വരുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡിൽ ഇതെവിടെ ഈ കാണുന്ന പള്ളി ഉണ്ടല്ലോ, ഈ പള്ളിക്ക് ബദലായിട്ട് ഓക്സ്ഫോർഡിൽ ഒരു ചർച്ച് ഉണ്ട്. ഇതിന്റെ ഈ ആർക്കുകൾ പോലും ഓക്സ്ഫോർഡിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള സ്റ്റൈലാണ്. കറക്റ്റ് ഒരു ഈസ്റ്റിന്റെ ഓക്സ്ഫോർഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക അലിഗഡിനെ പറ്റി പറയാം. പിന്നെ ഈ സ്ട്രാച്ചി ഹാൾ എന്ന് പറഞ്ഞാൽ, സ്ട്രാച്ചി എന്ന് പറഞ്ഞാൽ ലോർഡ് ലിട്ടൺ സ്ട്രാച്ചി എന്ന് പറഞ്ഞാൽ മുൻ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു, ബ്രിട്ടീഷ് റെജീമിന്റെ കാലത്തുള്ള ഒരു വൈസ്രോയി ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഹാൾ ഉള്ളത്. ഇതിനകത്താണ് ഈ സർ സെയ്ദ് കോളേജിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കിടക്കുന്നത്. ഈ കോളേജ് ആദ്യം തുടങ്ങുന്ന സമയത്ത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഒരുപാട് പേരിൽ നിന്ന് 500 രൂപ വെച്ച് കളക്ട് ചെയ്ത് ഒരു 120ഓളം പേര് 500 രൂപ കൊടുത്തിട്ടാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ മൊത്തം സ്ട്രക്ചർ, ഈ കാണുന്ന ഈ സറൗണ്ടിങ് ആണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് മൊത്തം ഉണ്ടാക്കിയെടുത്തത് ആ ഒരു പൈസ കളക്ട് ചെയ്തിട്ടാണ്. അവരുടെ ഒക്കെ പേരുകൾ ഈ യൂണിവേഴ്സിറ്റിന്റെ അകത്ത് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സിന് സാക്ഷിയായിട്ടുള്ള ഒരു ഹാളാണ് ഈ സ്ട്രാച്ചി ഹാൾ എന്ന് പറയുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ പ്രാഥമിക ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് നെഹ്റുവും ഗാന്ധിജിയും അതുപോലെ ബ്രിട്ടീഷ് പ്രമുഖന്മാരും ചിന്മയൊക്കെ വന്നിട്ടുള്ള ഒരു ഹാള് കൂടിയാണ് ഈ സ്ട്രാച്ചി ഹാൾ എന്ന് പറയുന്നത്. ഇപ്പോഴും അലിഗഡിൽ എന്തെങ്കിലുമൊക്കെ കോമൺ പരിപാടി ഉണ്ടാകുമ്പോൾ ചരിത്രം ഉറങ്ങുന്ന സ്ട്രാച്ചിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അത്തരം കോമൺ പരിപാടികളിൽ പങ്കെടുക്കുക. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷന്റെ സ്ട്രെങ്ത് വിളിച്ചറിയിക്കുന്ന ഒരു പരിപാടി കൂടെ നമ്മൾ ഈ വർഷം കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇവിടെ വരുന്ന വിദ്യാർത്ഥികളുടെ കലാപരമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കുള്ള ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ആർട്സ് ഫെസ്റ്റ് ഈ വർഷം കൊണ്ടുവരികയാണ്, ഇബിരീസ എന്നുള്ള പേരിൽ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 21-ാം തീയതി ഫൈനൽ എന്നുള്ള രീതിക്ക് ഒരു ഗംഭീര ആർട്സ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷൻ ഓർഗനൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇവിടെയുള്ള മലയാളികളുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ല്, കുതിച്ചാട്ടം എന്നൊക്കെ ഞങ്ങൾ പറയുകയാണ്. ഇനി ഇങ്ങോട്ട് വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇതൊരു തുടക്കമായിരിക്കും. അവർക്ക് ഇവിടെ വന്നതിൻ്റെ പേരിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇവൻറ്റും മിസ്സാവില്ല. സ്പോർട്സ് കലാകാരങ്ങളായിട്ട് നടക്കുന്നുണ്ട്. മാഗസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആർട്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ അത് തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ആരും അതും ഇതും പറഞ്ഞിട്ട് ഒഴിവാക്കരുത്. അലിഗഡിലേക്ക് പോകുന്നോടും ഇവിടെ ഒക്കെ സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അതുപോലെ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ അണ്ടറിൽ തന്നെ പ്ലാസ്റ്റിക് സർജറി വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ഇവിടെ യുനാനി കോഴ്സുകളുണ്ട്. മാത്രമല്ല ഇവിടുത്തെ സ്റ്റുഡൻസിന് നേരത്തെ പറഞ്ഞ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ ഫ്രീ ആണ്. അതായത് ID കാർഡ് കാണിച്ച ആൾക്ക് മുഴുവൻ ഫെസിലിറ്റീസും ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്. മാത്രമല്ല ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. ഹെൽത്ത് സെന്ററിലാണ് അവർ ആദ്യം പോകുക, എന്നിട്ടാണ് പിന്നെ മെഡിക്കൽ കോളേജ്. ഞാൻ നേരത്തെ പഞ്ചാബിലെ കാര്യം പറഞ്ഞില്ല, പഞ്ചാബിലെ ഹെൽത്ത് സെന്ററിൽ നിന്ന് പിന്നെ എയിംസ് റെഫർ ചെയ്യുന്ന പോലെ ഇവിടെ ഹെൽത്ത് സെന്ററിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം. ക്യാമ്പസിൻ്റെ അകത്ത് ഒരുപാട് പള്ളികളുണ്ട് എല്ലാ ഹോസ്റ്റലിലും. അപ്പോൾ മെയിനായിട്ട് ഉള്ള പള്ളിയാണ് ഇത് ജമാ മസ്ജിദ്. സർ സെയ്ദിൻ്റെ ഖബറും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നതും ഈ പള്ളിയിലാണ്. ഈ കാണുന്നതാണ് സർ സെയ്ദിൻ്റെ ഖബർ. ഇതാണ് സർ സെയ്ദിൻ്റെ ഖബർ. അലിഗഡ് കണ്ടാണ് കടലുകൾ വലുതാവുന്നതെന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്, KG ശങ്കരപിള്ള എന്ന് പറയും. അപ്പോൾ അതുപോലെ പറഞ്ഞ് വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കഥകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. അപ്പോൾ നല്ല നല്ല കഥകൾ അവിടെ കിട്ടുക, ആ കഥകളും തപ്പി നടക്കുക എന്നുള്ളൊരു രീതി എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡിഗ്രി ചെയ്തത് മാത്സ് ആണ്. മാത്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഥയുടെ ഫീൽഡിലേക്ക് വരാം എന്നുള്ളത് കൊണ്ടാണ് മലയാളം ചൂസ് ചെയ്യുന്നത്. മലയാളം ചൂസ് ചെയ്തപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നല്ല കഥകൾ കിട്ടുന്ന സ്ഥലം എവിടെയാണ്? കേരളത്തിൽ അത്രയും നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നു വരുന്നത് നമുക്ക് ഒരു എത്രത്തോളം കഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുള്ള എനിക്കൊരു സംശയമുണ്ട്. അപ്പോഴാണ് നോർത്ത് ഇന്ത്യയിൽ മലയാളം MA കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ഉണ്ട് എന്ന് അറിയുന്നത്. ആ ക്യാമ്പസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മാത്രമാണ്. അപ്പം അങ്ങനെ അലിഗഡിലേക്ക് ട്രെയിൻ കയറി വന്നതാണ്. പിന്നെ ഇവിടെ എത്തിയ സമയത്താണ്, അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അലിഗഡിന്റെ ഹിസ്റ്ററിയൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഇവിടെ എത്തിയ സമയത്താണ് ഇതിൻ്റെ ഒരു എസ്തെറ്റിസവും മറ്റൊക്കെ നമുക്ക് അത്രത്തോളം ഇംപ്രസിംഗ് ആയിട്ട് തോന്നുന്നത്.
അലിഗഡിൽ നിന്ന് ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പം കഥകൾ കേട്ട് വന്നാണല്ലോ, ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഇംപ്രഷൻ, ഇപ്പോഴത്തെ ഒരു ഇംപ്രഷൻ എന്താണ്? വന്നു കഴിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാല് മടുപ്പായിരുന്നു, അങ്ങേയറ്റം മടുപ്പ്. കാരണം ഇവിടെ മലയാളി പോപ്പുലേഷൻ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഭാഷ അറിയാത്ത പ്രശ്നം കൊണ്ട് മലയാളികളോട് മാത്രം സംസാരിക്കണം. അപ്പൊ സ്ഥിരം കണ്ട മലയാളികളെ തന്നെ കണ്ട് കണ്ട് നമുക്കൊരു മടുപ്പ് വരാനാണ്. പിന്നെ നമ്മൾ പ്രമേയത്തിലൊക്കെ പറയുന്നത് പോലെ വിരസതയുടെ പ്രളയത്തിൽ മുങ്ങിത്താഴുമ്പോൾ അലിഗഡിന്റെ രീതി എന്ന് പറഞ്ഞാൽ ചായ കുടിയാണ്. ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ധാബുകളിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്താണ് ഇവിടെയുള്ള നോൺ മലയാളീസുമായിട്ട് ഒന്ന് മിങ്കിളാകുന്നതും ഭാഷ പഠിക്കുന്നതൊക്കെ. അതിനുശേഷം അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കഥകൾ തപ്പുക, അങ്ങനെയുള്ളൊരു ജീവിത രീതിയിലേക്ക് പോയി. പിന്നെ പിന്നെ ഇവിടെയുള്ള രസകരമായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആർട്സ് പരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മലയാളി അസോസിയേഷൻ ഉണ്ടെങ്കിലും അതിൽ ഓണം നടക്കും, സ്പോർട്സ് നടക്കും, തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. മെയിൻ ഫണ്ടിന്റെ ഇഷ്യൂ ആണ്. മലയാളികൾക്ക് ഇവിടെ ഫണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആർട്സുകളൊന്നും നടക്കില്ല. ഇങ്ങനെ നമ്മൾ കോളേജ് ലൈഫ് കഴിയാറായ ഈ ഒരു മൊമെന്റിലാണ് ആർട്സും മാഗസിനൊക്കെ ആയിട്ട് കോളേജ് ഒന്ന് മൊത്തത്തിൽ ഓണാകുന്നത്. അപ്പൊ കേരളത്തിലുള്ള ഒരു ക്യാമ്പസിന്റെ വൈബിലേക്ക് നമ്മുടെ ഈ അവസാന കാലഘട്ടത്തിൽ അലിഗഡ് മാറുകയാണ്. ഇത് എനിക്ക് തോന്നുന്ന ഒരു തുടക്കമായിരിക്കും. ഇങ്ങനെ ഒരു തുടക്കം വന്നാൽ ഇനി ഇവിടെ വരുന്ന മലയാളികൾക്ക് ഒന്നുകൂടെ ത്രില്ലിംഗ് ആവുന്ന രീതിയിൽ അലിഗഡിലെ ക്യാമ്പസ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ചായന്റെ കേസ് നേരത്തെ ഇവിടെ വന്നപ്പോൾ അമർ ഈ ചായന്റെ കേസ് പറഞ്ഞു, അതായത് അങ്ങ് മുതൽ ഇങ്ങ് വരെ ഫുള്ള് ചായക്കടയാണ്. എന്താണ് അലിഗഡും ചായ ഒരു കണക്ഷൻ? അലിഗഡും ചായയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് അറിയില്ല, പക്ഷെ അലിഗഡിൽ ചായ ഇമ്പോർട്ടൻ്റ് ആണ്. ധാബകളിൽ ഇരുന്നിട്ട് നിരന്തരം ചായ കുടിക്കുക, ഈ ചായ മാറി മാറി കുടിക്കും. ഈ ചായകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ചായ ആയിരിക്കൂല, ഒരു ചെറിയ പാത്രത്തിലാണ് ഇവർ ചായ വെക്കുള്ളൂ. നല്ല എരുമപ്പാലിലാണ് ചായ ഉണ്ടാക്കുക. അതിൽ മോട്ട്വാനി 46 എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു കൂടിയന ചായപ്പൊടിയാണ്. ആ ചായപ്പൊടി ഇട്ട് ഇതിൽ കിടന്ന് വെന്ത് 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 അങ്ങനെ വെന്തിട്ടുള്ള ഒരു ചായ ആയിരിക്കും ഇവിടെ കുടിക്കുക. ഈ ചായ കുടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഈ ട്രസ്റ്റ് ബ്രേക്കർ അല്ല, ട്രസ്റ്റ് അല്ല, എന്തായാലും പറയാ, സ്ട്രെസ് ബ്രേക്കർ എന്ന് പറയുന്നത് പോലെ അതേ സംഗതി ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ചായകൾ കുടിക്കുന്നതിന്റെ കൂടെ സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ സിഗരറ്റ് വലിക്കുക, അതിന്റെ കൂടെ നല്ല ചൂട് ചർച്ചകൾ നടക്കും. അലിഗഡ് ക്യാമ്പസിൽ ഒരു ഗേറ്റ് വരെ ഇപ്പുറത്തെ ഗേറ്റ് വരെ നിറച്ച് ചായക്കടയാന്ന് പറഞ്ഞ ചായ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ നിന്ന് ചായ കുടിച്ചാൽ വേറെ ഒന്നും ചായ കുടിക്കാൻ തോന്നില്ലെന്നോ, എന്നാ പിന്നെ ചായ കുടിച്ചിട്ടാവാന്ന് ഞാൻ വിചാരിച്ചു. അത് കിട്ടും. ഇവിടുത്തെ ചായ കുടിക്കാൻ വേണ്ടി മാത്രം വെറും ഒറ്റ ചായ ഒരു ബിസ്ക്കറ്റ് അവിടെ കൊടുക്കുക, അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇവർ പറഞ്ഞപ്പോൾ തിരക്ക് കുറവാണെന്ന് പറയുന്നത്. നമുക്ക് ഒരു ചായക്ക് വേണ്ടി മാത്രം, അതായത് ഒരു ചായയും ബിസ്ക്കറ്റും മാത്രമേ കടയിലുള്ളൂ, അത് കുടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണത്. ഓ, അതാണ് യൂണിവേഴ്സിറ്റീൻ്റെ സെൻട്രൽ ഗേറ്റ്. അവിടെ നേരെ വന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചായക്കട കഴിഞ്ഞു, അതിലൊരു കടയാണിത്. ഈ വണ്ടിയൊക്കെ ഈ ചായ കുടിക്കാൻ വന്ന ആൾക്കാരുടെയാണ്. അങ്ങനെ തിരക്ക് കുറവുള്ളൊരു കട വന്നതാ. അപ്പുറം നല്ല തിരക്കാണ്. ഇവിടെ തിരക്കുള്ള കട വന്നപ്പോൾ തന്നെ ചായ കിട്ടി. യെസ്, തിരക്കുള്ള കടയിൽ ഞാൻ ഇതുവരെ കുടിച്ചില്ല, കുടിച്ചിട്ട് പറയാം. ലൈക്കല്ലേ ഇവിടുത്തെ വൈകുന്നേരത്തെ കൾച്ചർ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ചായ കുടിക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക, വീണ്ടും അടുത്ത സ്ഥലത്ത് ചായ കുടിക്കുക, അങ്ങനെ രാത്രി വരെ ചായ കുടിക്കുന്ന പിള്ളേരാണ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അടുത്ത ചായ കുടിക്കാൻ അടുത്താണ്. ഇതിന്റെ പേര് എന്തായിരുന്നു? ശരി. ഇനി അടുത്ത കടയിലേക്ക് പോവല്ലേ? അത് കഴിഞ്ഞ് ഇനിയും പോകുന്നില്ല നമ്മള് ചായ കുടിക്കാൻ. ഇത് ഇന്നത്തെ രണ്ടാമത്തെ ചായ. കൊള്ളാം. ചായ കുടിച്ച് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ. ഇവിടുത്തെ ചായ കൾച്ചർ പറഞ്ഞാൽ മൊത്തത്തിൽ കേട്ടോ, ടൗണിലെല്ലാവരും നമ്മൾ വൈകുന്നേരം ചായക്കടയിൽ പോകുന്ന പോലെ തന്നെ ഓരോരോ ചായ സ്പോട്ട് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ നല്ല ചായ. നമ്മളവിടെ പോലെ ഇവർ ചായയിൽ പാലിൽ വെള്ളം ചേർന്ന് പെടില്ല. പാലിങ്ങനെ ഒരു ചെറിയ പാത്രത്തിലിട്ട് കുറുക്കി അത് എപ്പോഴും റെഡി ആയിരിക്കും. അത് തീർന്നു കഴിയുമ്പോൾ ഉടനെ അടുത്ത പാക്കറ്റ് 2 പാക്കറ്റ് പാൽ വെച്ച് വീണ്ടും അതിങ്ങനെ കുറുക്കിയാണ് ചായ ഉണ്ടാക്കുന്നത്. നല്ല മധുരം ഉണ്ടാവും. ചിലപ്പോൾ ഒരുപാട് മധുരമുള്ളത് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും ഒരുപാട് കടകൾ, നല്ല തിരക്കുള്ള ഒരുപാട് കടയുണ്ട്. ചായ സ്പോട്ട് മാത്രം. അത് കൂടുതൽ ഞെട്ടിക്കുന്ന വെച്ചാൽ ചായ മാത്രമേ ഉള്ളൂ, എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ ചായ കുടിച്ചിട്ട് നടത്താനും പറയാം. അത് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. ഇവിടുത്തെ പിള്ളേരും അലിഗഡിലെ കുട്ടികളും ആ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കും.
ഹേ പീപ്സ്, ഓക്കെ, പെപ് സീരീസിന്റെ AMU അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഫീച്ചർ ചെയ്ത വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. നമ്മൾ ഇതിന്റെ കോഴ്സിനെ പറ്റി അറിഞ്ഞു, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്സ് അറിഞ്ഞു, ഇതിന്റെ ഹിസ്റ്ററി, ഇവിടുത്തെ അലുമിനീസിനെ പറ്റി നമ്മൾ കേട്ടു. അങ്ങനെ ഫേമസ് ആയിട്ട് സ്ട്രാച്ചി ഹാളിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ബാസി എൽ ഷേപ്പ് ആഡ് വരട്ടെ, യെസ്, നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ബിഗ് ഷൗട്ട് ഔട്ട് ഉണ്ട് നമ്മുടെ പെപ് സീരീസ് സ്പോൺസർ ചെയ്യുന്നതിന്. അതുപോലെ അവരുടെ കോഴ്സുകളും കാര്യങ്ങളും നിങ്ങൾ നോക്കുക. ആൻഡ് ഇവിടെ ഞാൻ പോവാണ്. അലിഗഡ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇനിയും നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വിശേഷങ്ങൾ കാണണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, അതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മൾ കമന്റിൽ രേഖപ്പെടുത്താം. നമ്മൾ അവിടെ തന്നെ പോയി പെപ് സീരീസിന്റെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ. പീപ്സ്, ഓക്കെ, ഇപ്പം ഇന്നലെ അലിഗഡിന്ന് രാത്രി അവിടുന്ന് ചായ കുടിച്ച് ഞങ്ങൾ കണ്ടല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിച്ച് പിന്നെ അവിടെ വ്ളോഗ് എൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ റൂമിൽ തിരിച്ചു പോയിട്ട് വർത്താനം പറഞ്ഞിരുന്നു. അപ്പം അലിഗഡ് വന്ന സ്ഥിതിക്ക് അലിഗഡിനടുത്തുള്ള ആഗ്ര വരെ പോയി താജ്മഹൽ നിങ്ങളെ കാണിക്കാതെ എങ്ങനെ ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യും? അതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 30 രൂപ എടുത്ത ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റും. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് 2.5 മണിക്കൂർ, ഇപ്പോൾ അരമണിക്കൂർ ബസ്സുണ്ട്. 135 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഗ്ര വന്ന് ഇറങ്ങാം. ആഗ്രയിൽ നിന്ന് നമുക്ക് എങ്ങനെയായാലും ഓട്ടോ കിട്ടും. ഓട്ടോ ഫെസിലിറ്റി അവൈലബിൾ, 2 രീതിയിൽ വരാം. ഒന്ന് ഭഗവാൻ ഗേറ്റ് അവിടെ ഇറങ്ങിയിട്ട് വേറെ ഓട്ടോ പിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓട്ടോ വിളിക്കാം. സോ ഇവിടെ ആഗ്രയിൽ എത്തിയപ്പോൾ ഭയങ്കര ചെക്കിംഗ് ആണ്. ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ചെക്കിംഗ് ആണ്. ക്യാമറ അകത്ത് കയറ്റിയിട്ടില്ല, ട്രൈപോഡ് അകത്ത് കയറ്റിയിട്ടില്ല. സോ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വലിയ ലഗേജുകളുണ്ടെങ്കിൽ ആദ്യം അവിടെ വെസ്റ്റ് ഗേറ്റ് വഴി വരുന്നവരാണെങ്കിൽ അവിടെ ലോക്കറുണ്ട്. ആ ലോക്കറിൽ നിങ്ങളുടെ വലിയ ബാഗുകളൊക്കെ, അത്യാവശ്യം വലിയ ബാഗുകൾ വെക്കും. ഒരു ബാഗിന് 20 രൂപ വെച്ച് ചാർജ് ചെയ്യും. അതിന് ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ ഫോണ്, ചാർജർ, അതുപോലെ പവർ ബാങ്ക് എല്ലാം ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവരാം. അത് ഇവിടെ എൻട്രീൻ്റെ അകത്ത് നിങ്ങൾ ബാഗ് വെക്കുന്നതായിരിക്കും. ഇവിടെ എൻട്രി എടുത്ത് വെക്കുന്ന ലോക്കറിൽ പൈസ ഉണ്ടാവില്ല. അവിടെയാണ്, അതായത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ 2 ചാർജർ ഉണ്ടായിരുന്നു, പിന്നെ ട്രൈപോഡ് ഉണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് ഇവിടെ വെച്ചു. എന്നിട്ടാണ് കയറ്റി വിട്ടത്. ടൈറ്റ് ചെക്കിംഗ് ആണ്. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താജ്മഹൽ മാത്രം കാണാനാണെങ്കിൽ 45, മുസോളിയും കാണണമെങ്കിൽ 200 രൂപ. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈനിൽ ഇന്ന് രാവിലെ തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു. അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. സോ ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ട് 245 രൂപ ആയിട്ടുള്ളൂ. സോ നമുക്കിപ്പോൾ താജ്മഹലിലോട്ടേക്ക് പോകാം. മ്യൂസിക്, ദിസ് ഈസ് ഒരു രക്ഷയില്ല. നൈസ്. ഞാൻ ആദ്യമായിട്ടാണ് താജ്മഹൽ വന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ അവിടുന്ന് കയറിയപ്പോൾ തന്നെ, അതായത് ഈ ബാക്കി കാണുന്ന ഗേറ്റ്, ഇതിൽ നിന്ന് കയറി തന്നെ ഈ വിഷ്വൽ കാണുമ്പോൾ ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ള, എത്ര പറഞ്ഞാൽ ഇവിടെ വന്നവർക്കെല്ലാം പറയാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഇത്രയും നാളെ ഞാൻ പഞ്ചാബ് പഠിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരണം. നമുക്ക് ഡയറക്റ്റ് ബട്ടിൻ്റെ നിന്ന് രാത്രി ട്രെയിൻ കയറി രാവിലെ ഇവിടെ എത്തും. പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ദിസ് ഇസ് ദ റൈറ്റ് ടൈം തോന്നുന്നു. ഇങ്ങനത്തെ വെറൈറ്റി ബസ്സുകൾ എടുക്കാൻ ഇന്ത്യക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അമ്മോ, ഇതിൻ്റെ ഭംഗിയുണ്ടല്ലോ, ഞാൻ എങ്ങനെ പറയാം, എനിക്കല്ല വന്നവർക്കറിയാം. ഞാൻ വന്നവരിക്കും എന്താ പിന്നെയും പറയുന്നു. പക്ഷേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ. ഇത് ഞാൻ ശരിക്കും ഓവറാക്കി പറയുന്നില്ല. ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് ആ വെസ്റ്റ് ഗേറ്റ്, 4 ഗേറ്റുള്ള വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് പോയിട്ട് വെസ്റ്റ് ഗേറ്റ് കയറി ഇതൊന്നും കണ്ടപ്പോഴല്ലോ രക്ഷയില്ല. ബസ്സിലേ വേണേ തമ്മിലേക്കോ വേണമെങ്കിൽ. ഇത് വെറൈറ്റി സാധനം. ഇവിടെയുള്ള സകല ആൾക്കാർ ഈ ഒറ്റ പോസ് എടുക്കുന്നത്. പിന്നെ കപ്പിൾസ് വന്നിട്ട് ഇങ്ങനെ ലവ്, ഇങ്ങനെ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ലവ് അടിക്കുന്ന പോസ് കൊള്ളാം. എടാ, ഇത് വ്ളോഗ് വേണ്ടി പറഞ്ഞല്ലേ, ഞാൻ നിന്നോട് പറയാം. ഇതിന്റെ ഭംഗി ഒരു രക്ഷയില്ലണ്ടോ. ഇത് വ്ളോഗിൽ പറയാം. ഇത് വ്ളോഗിൽ ഞാൻ ഷർട്ട് ഇട്ട അതേ പ്രിന്റ്, സെയിം പ്രിന്റ് ഇതാ താജ്മഹലുണ്ട്. സോ മൊസോളിയത്തിൻ്റെ മേലിൽ കയറി നമ്മൾ എൻട്രി ഗേറ്റ് അവിടെ. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വരണമെങ്കിൽ സാധനം വിടണം. നമ്മുടെ ചെരുപ്പൊന്നും ഇവിടെ ചെളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ഷൂ കവർ കൊടുക്കും. ഡിസ്പോസിബിൾ ഉണ്ട്, പിന്നെ റീയൂസ് ചെയ്യാനുണ്ട്. യമുന നദി കാണുന്നത് ഒന്നുമില്ല, വെറ്റി വരണ്ടു. നമ്മളിവിടെ യമുന ബാങ്ക്സ്, പണ്ട് സ്കൂളിൽ പഠിക്കുന്നത് യമുന ബാങ്ക്സ്. ഇത് വേറെ ഗേറ്റ്, ഇതിലിപ്പോൾ എൻട്രൻസ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ.
യമന. വെബ് സീരീസിന്റെ അലിഗഡ് ആൻഡ് ആഗ്ര വിശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയണമെങ്കിലും കമന്റിൽ രേഖപ്പെടുത്താൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ കൊണ്ട് ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. അലിഗഡ് യൂണിവേഴ്സിറ്റിന്റെ കോഴ്സുകളും കാര്യങ്ങളും എൻട്രൻസ് എക്സാമുകളും എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നമ്മുടെ നാട്ടിൽ തന്നെ നാക്കിന്റെ ഫസ്റ്റ് സൈക്കിൾ ഓഫ് അക്രഡിറ്റേഷനിൽ 3.9 ഔട്ട് ഓഫ് 4 കിട്ടി. A++ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് വേ ടു എൻഡ് ദിസ് വീഡിയോ. താജ്മഹലിന് മുമ്പ് തന്നെ സൈൻ ഓഫ് ചെയ്യാണ്. സോ ടിൽ ദെൻ ബൈ.